വളരെ സിമ്പിളായിട്ട് വളരെ ഈസിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അടിപൊളി കുട്ടി സ്റ്റാർ ഉണ്ടാക്കി കാണിച്ചു തരട്ടെ. നല്ല ഭംഗിയില്ലെന്ന് നോക്കിക്കേ. നമുക്കുണ്ടല്ലോ 2 രൂപയുടെ കളർ ബോണ്ട് പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിന് മുൻപ് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇനിയിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് ഇടാട്ടോ. അപ്പം പേജ് ഫോളോ ചെയ്ത് വെച്ചോ. അപ്പം മടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ, എന്നിട്ട് ഉണ്ടാക്കിക്കോട്ടോ. ഒരു കളർ പേപ്പർ 2 രൂപയുടെ ഇതുപോലത്തെ പേപ്പർ വാങ്ങുക. അതിനുശേഷം ഇതുപോലെ 4 ആക്കിയിട്ട് വട്ടം മടക്കുക കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ നമുക്ക് 4 ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മൊത്തം 1.5 പേപ്പർ വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇതുപോലെ നമ്മൾ അങ്ങനെ വട്ടം മടക്കിയിട്ട് 4 ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു പകുതി പേപ്പറും കൂടെ വേണേ. അപ്പോൾ ഈ പകുതി പേപ്പർ കൊണ്ട് കൂടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തം 6 പേപ്പറേ. അപ്പോൾ ഇനി മടക്കുന്നത് കാണാം കേട്ടോ. അപ്പോൾ മടക്കുന്നത് കണ്ടോ, ഒരു പേപ്പർ നമ്മൾ കീറി എടുത്തേക്കുന്നത് ഇതുപോലെ വട്ടം മടക്കാം കേട്ടോ. ഒരു ഇത്തിരി തുമ്പറ്റം ഇതുപോലെ നീളത്തിൽ ഇതുപോലെ നീട്ടിയിട്ടിട്ട് ഇത് അറ്റം ഇങ്ങനെ ഒന്ന് വട്ടം ഇങ്ങനെ മടക്കി കൊടുക്കാം കേട്ടോ, കുറച്ചായിട്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ ഉണ്ടല്ലോ, ഫെവിക്കോള് ഇതുപോലെ എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ വരച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒട്ടിച്ചു കേട്ടോ. നമ്മൾ ഇതുപോലത്തെ പല പല ഡിസൈനിലുള്ള ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഡിസൈൻസിൽ പല പല ഡിസൈനുള്ള ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കോ. എല്ലാം ഇതുപോലെ തന്നെയാണ്, പക്ഷേ വെട്ടുന്നതിന് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മടക്കിയെടുക്കുക. അതിനുശേഷം ഇതുപോലെ ജസ്റ്റ് ഇതെങ്ങനെ ഇതുപോലെ ഒട്ടിക്കാം കേട്ടോ. ഇങ്ങനെ ഞാനിപ്പോൾ 6 ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഡിസൈൻ വെട്ടുന്നത് കണ്ടോ കേട്ടോ. ഇതുപോലെ വട്ടം മടക്കാം കേട്ടോ, ഇങ്ങനെ. അപ്പം ഇതുപോലെ ഞാനിപ്പം 6 വട്ടം മടക്കി വെച്ചിട്ടുണ്ട്. മനസ്സിലാവണല്ലേ പറയണേ. അപ്പം ഫുള്ള് വട്ടം മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഈ ഇങ്ങനെ മടക്കി വെക്കണം. ഒന്നും കൂടെ കൂടുതൽ ഇതിങ്ങനെ തിരിച്ച് മടക്കണം, ഇതിങ്ങനെ കേട്ടോ. ഈ വട്ടം മടക്കി വെക്കണത് തിരിച്ച് ഒന്നും കൂടെ മടക്കുക, ഇത് ഇങ്ങനെ കേട്ടോ, ഇതുപോലെ. ഇനി ഇത് നമ്മൾ 6 ഇതുപോലെ തന്നെ നിങ്ങൾ വട്ടം ഇങ്ങനെ മടക്കിയതിന് ശേഷം തിരിച്ച് മടക്കിയെടുക്കണം, ഇങ്ങനെ കേട്ടോ. ഇതിങ്ങനെ മടക്കി 6 ഇങ്ങനെ ആക്കി വയ്ക്കുക. എന്നിട്ട് നമുക്കിതാ ഈ ഡിസൈൻ സൈഡിൽ വെച്ചിട്ട് ഇതിങ്ങനെ വച്ചിട്ട് നമുക്ക് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ ഒരു ഡിസൈൻ വെട്ടുന്നത് കണ്ടോ. എന്നിട്ട് നിങ്ങളിത് അച്ച് പോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുത്തിട്ട് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വരയ്ക്കുന്നത് കണ്ടോ, ഇങ്ങനെ നിങ്ങൾ വരച്ചെടുത്തതിന് ശേഷം കത്രിക വച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് ലെവലിൽ കിട്ടും. അതായത് ഉണ്ട് ഇങ്ങനെ വരച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തോ. അപ്പം ഒരെണ്ണം കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ അത് തന്നെ വച്ചിട്ട് നമുക്ക് അച്ച് പോലെ തന്നെ വച്ചിട്ട് നമുക്ക് ബാക്കി 5 എണ്ണത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വച്ചു കൊടുത്ത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 6ലും വരച്ചിട്ടുണ്ട്. 6ലും വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ കണ്ടില്ലേ. ഇനി ഉണ്ടല്ലോ ഒട്ടിക്കുന്നത് കണ്ടോ കേട്ടോ. ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതിങ്ങനെ ഇങ്ങനെ തിരിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഫെവിക്കോൾ നീളത്തിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇത് ഇങ്ങനെ എല്ലാം ഓരോന്നായിട്ട് അട്ടിയിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഓരോന്നിൻ്റെ മുകളിൽ വീതം ഒട്ടിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ 6 ഓരോന്നായിട്ട് പറക്കിയെടുത്ത് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ ഒട്ടിച്ച് വരില്ലേ, ഒട്ടിച്ച് വരുമ്പം ഇതിൻ്റെ ഉൾഭാഗത്തും കൂടി ഒട്ടിക്കണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഉൾഭാഗം കൂടി ഇങ്ങനെ ഒട്ടിക്കണേ. അപ്പം ഇതിങ്ങനെ 3 സൈഡ് വരും കേട്ടോ. ഇങ്ങനെ നോക്കിയാലും 3 ഭാഗം ഉണ്ടാവും. അപ്പോൾ ഈ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒട്ടിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇടഭാഗം ചിലപ്പോൾ ഒട്ടി ഉണ്ടാവും ഈ മൂലഭാഗേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ 3 എണ്ണം കൂടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ 3 കൂടി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ, ഇങ്ങനെ. ഇനി നമുക്കതൊന്ന് വിടുത്താം. അപ്പം വിടുത്തുമ്പോൾ ശ്രദ്ധിച്ച് പശ വിട്ടുപോകാത്ത രീതിയിൽ ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷം ഇതിങ്ങനെ പയ്യെ മുനകൾ കൂട്ടി ഒട്ടിയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ പയ്യെ വിടുത്തിക്കോട്ടോ. ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ആദ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പം നമ്മൾ സാധാ ന്യൂസ് പേപ്പറിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി പഠിക്കുക ആദ്യം. എന്നിട്ട് നിങ്ങൾ കളർ പേപ്പറിലോ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ശരിയാവും കേട്ടോ. ഇതിങ്ങനെ ഇത് വളരെ എളുപ്പമാണ്. ഇത് ശരിയാവാനൊന്നുമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ചു നിൽക്കുന്ന രീതിയിലാണ് നിങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾ ഒട്ടിക്കുന്നതെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ശരിയായെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിക്ക് ഇടണം കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും കൂടി ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ.